إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير سنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اتقوا الله عباد الله. أوصيكم وإياي أولا بتقوى الله. സ്നേഹമുള്ള വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പാലിച്ചുകൊണ്ട് അവനെ സൂക്ഷിക്കേണ്ട രൂപത്തിൽ സൂക്ഷിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ച മനുഷ്യരിലെ ഉത്തമരായിട്ടുള്ള വിഭാഗങ്ങളെ നാം സൂചിപ്പിച്ചു. ഈ ആഴ്ച ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോശപ്പെട്ട ആളുകൾ എന്ന് പറഞ്ഞ ചില വിഭാഗങ്ങളുണ്ട്. അവരെ പറ്റി ഉണർത്തുകയും അവരിൽ നിന്ന് അത്തരം ആളുകളുടെ സ്വഭാവം നമ്മളിലുണ്ടെങ്കിൽ അത് ഒഴിവാക്കലും ഉദ്ദേശിക്കുകയാണ്. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വിശേഷ ബുദ്ധി എന്ന അനുഗ്രഹം മനുഷ്യന് ലഭിച്ച വലിയൊരു നിഅമത്താണ്. ശരിയും തെറ്റും തിരഞ്ഞെടുക്കാനും സ്വതന്ത്രമായ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ മനുഷ്യനെ പ്രാപ്തരാക്കിയിട്ടുള്ള വലിയ ഒരു നിഅമത്താണ്.
ഒരേ വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ളവർ ഉണ്ടാകുന്നു, അതിൽ ചർച്ചകൾ നടക്കുന്നു, അതിൽ നിന്ന് ഏറ്റവും നല്ല ഉചിതമായ തീരുമാനമെടുക്കാൻ മനുഷ്യന് സാധിക്കും. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏത് തീരുമാനം കൈക്കൊള്ളുമ്പോഴും ഏത് തീരുമാനം സ്വീകരിക്കുമ്പോഴും ഇസ്ലാമിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിക്കുക എന്നുള്ളത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ഇസ്ലാം അതിൻ്റെ അനുയായികളെ ഏറ്റവും ഉത്തമമായ സ്വഭാവവും ഏറ്റവും ഉത്തമമായ വിശ്വാസവും ഉള്ളവരാകാൻ നിരന്തരം പ്രേരിപ്പിക്കുകയാണ്. ജനങ്ങളിലെ ഉത്തമർ എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അല്ലാഹു തആല പറഞ്ഞത്, ആ പ്രവാചകൻ അതിന് മാതൃക എന്നോണം അല്ലാഹു തആല പറഞ്ഞത് വഇന്നക ലഅലാ ഖുലുഖിൻ അദീം എന്നാണ്. തീർച്ചയായും നീ മഹത്തായ സ്വഭാവത്തിലാകുന്നു എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അല്ലാഹു തആല തന്നെ പറഞ്ഞത്. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ സംബന്ധിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കപ്പെട്ട സന്ദർഭത്തിൽ അവർ പറഞ്ഞ മറുപടിയും അതാണ്. സുഇലത് അൻ ഖുലുഖിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാലത് കാന ഖുലുഖുഹു അൽ ഖുർആൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം അത് ഖുർആനായിരുന്നു. ഖുർആൻ എങ്ങനെയാണോ പറയുന്നത്, ഖുർആൻ എങ്ങനെയാണോ സന്മാർഗം കാണിക്കുന്നത്, ഖുർആൻ എന്താണോ വിധിക്കുന്നത്, ഖുർആൻ എന്താണോ വിലക്കുന്നത്, അത് കൃത്യമായി ജീവിതത്തിൽ മാതൃക കാണിച്ചവനായിരുന്നു എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ആ ഒരു വലിയ സ്വഭാവം കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഇന്നൽ മുഅ്മിന ലയുദ്രികു ബിഹുസ്നി ഖുലുഖിഹി ദറജത സ്വാഇം അൽ ഖായിം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഒരു വിശ്വാസി, ഒരു മുഅ്മിൻ അവന്റെ സൽസ്വഭാവം മുഖേന നോമ്പനുഷ്ഠിക്കുന്നവന്റെയും നമസ്കരിക്കുന്നവന്റെയും പദവി നേടിയെടുക്കുന്നു എന്നാണ്. അവന്റെ സൽസ്വഭാവം കൊണ്ട് വലിയ ഉന്നതമായിട്ടുള്ള പദവികൾ നേടിയെടുക്കാൻ അല്ലാഹുവിന്റെ അടുക്കൽ സാധിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എന്നാൽ മനുഷ്യന്റെ ചില ദുസ്വഭാവം കാരണത്താൽ അല്ലാഹുവിന്റെ കോപം അവനെ ബാധിക്കുന്നതാണ്. അങ്ങനെ മനുഷ്യരിൽ ഏറ്റവും മോശപ്പെട്ടവരായി അവർ മാറും. അത്തരം ആളുകളുടെ സ്വഭാവത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് തരുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് തരുന്നുണ്ട്. ജനങ്ങളിൽ മോശപ്പെട്ടവർ ശർറുന്നാസ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത് ചില പ്രത്യേക വിഭാഗങ്ങളെയാണ്. ഇത് കേവലം കുറ്റപ്പെടുത്താനല്ല, മറിച്ച് ആ സ്വഭാവങ്ങളിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കാൻ വിശ്വാസികളെ പഠിപ്പിക്കാൻ, ആ വിശ്വാസികളെ താക്കീത് ചെയ്യാൻ ഇതാണ് അതിന്റെ ഉദ്ദേശം. ചില ആളുകളെ സംബന്ധിച്ചാണ് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകളിൽ നിന്ന്, അത്തരം ആളുകളുടെ സ്വഭാവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിലൊരു വിഭാഗം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് ഏഷണിയുമായി നടക്കുന്ന ആളുകളെ സംബന്ധിച്ചാണ്. എന്താണ് ഏഷണി എന്ന് പറഞ്ഞാൽ? ഇമാം നവവി റഹിമഹുല്ലാഹ് അതിന്റെ താരീഫ്, അതിന്റെ നിർവചനം പറയുകയാണ്. നഖലുൽ കലാമിൻ നാസ് ബഅദിഹിം ഇലാ ബഅദ് അലാ ജിഹത്തിൽ ഇഫ്സാദ്. മനുഷ്യർക്കിടയിൽ, ആളുകൾക്കിടയിൽ, ജനങ്ങൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ആ ആളുകളുടെ സംസാരം പരസ്പരം എത്തിക്കുന്ന പണിയാണ് നമീമത്ത് അഥവാ ഏഷണി എന്ന് ഇമാം നവവി റഹിമഹുല്ലാഹ് പറയുകയാണ്. നമീമത്ത് എന്ന് പറഞ്ഞാൽ ഗീബത്തിനേക്കാൾ, പരദൂഷണത്തെക്കാൾ ഗൗരവമുള്ള കാര്യമാണ്. ഗീബത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾ ഇല്ലാത്ത സമയത്ത് അയാളെ കുറിച്ച്, അയാൾക്ക് ഇഷ്ടമില്ലാത്ത, അയാൾ ജീവിതത്തിൽ ചെയ്യുന്ന മോശപ്പെട്ട കാര്യങ്ങൾ പറയലാണ് ഗീബത്ത്. എന്നാൽ നമീമത്ത് എന്ന് പറഞ്ഞാൽ
ആളുകൾക്കിടയിലുള്ള ബന്ധം തകർക്കുക എന്ന ഉദ്ദേശത്തോടെ ഒരാൾ പറഞ്ഞ വാക്ക് മറ്റൊരാൾക്ക് എത്തിച്ചു കൊടുക്കലാണ്. ഇത് നുണയാകാം, അല്ലെങ്കിൽ പരദൂഷണമാകാം. അതിന്റെ ലക്ഷ്യം എന്നുള്ളത് കുഴപ്പമുണ്ടാക്കലാണ്. കുഴപ്പമുണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ഒരാളുടെ സംസാരം മറ്റൊരാൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമീമത്ത് എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഖലമിൽ ചില ആളുകളുടെ ദുർഗുണങ്ങൾ എടുത്തു പറഞ്ഞ് വരുന്ന കൂട്ടത്തിൽ അല്ലാഹു തആല പറയാണ്, ഹമ്മാസിൻ മശ്ശാഇൻ ബിനമീം, കുത്തുവാക്ക് പറയുന്നവനും ഏഷണിയുമായി നടക്കുന്നവൻ എന്ന് അല്ലാഹു തആല പറയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, അഫലാ ഉഖ്ബിറുകും ബിശ്ശറാരികും, നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും മോശപ്പെട്ട ആളുകൾ ആരാണെന്ന് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ? അവർ പറയുന്നു, ബലാ യാ റസൂലല്ലാഹ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അൽ മശ്ശാഊന ബിൻ നമീമ, നമീമത്ത് കൊണ്ട്, ഏഷണി കൊണ്ട്, ഏഷണിയോടെ ഏഷണി ജീവിതത്തിൽ അവരുടെ സ്വഭാവമാക്കി മാറ്റിയ ആളുകളാണ്, ഏഷണി കൊണ്ട് നടക്കുന്നവരാണ് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അങ്ങനെ നമീമത്തുമായി നടക്കുന്നവർ നിങ്ങളിലെ മോശപ്പെട്ട ആളുകളാണ് എന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതിലൂടെ അവർ ചെയ്യുന്ന കാര്യം എന്താണ്? അൽ മുഫ്സിദൂന ബൈനൽ അഹിബ്ബ, അതിലൂടെ സ്നേഹിക്കുന്നവർക്കിടയിൽ അവർ കുഴപ്പമുണ്ടാക്കുന്നു. അൽ മാമൂന ബിറാഅൽ അനത്, നിരപരാധികളായ ആളുകളുടെ നാശം കൊതിക്കുകയും ചെയ്യുന്നു എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഈ ഏഷണിക്കാരൻ സമൂഹത്തിൽ സംശയത്തിന്റെയും വിദ്വേഷത്തിന്റെയും വിത്തുകൾ അവന്റെ ഏഷണിയിലൂടെ പരത്തുന്നു. ഏഷണിക്കാരൻ ലാ യദ്ഖുലുൽ ജന്നത നമ്മാം എന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏഷണിക്കാരെ പറ്റി പറഞ്ഞത്. ഏഷണിക്കാരൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഏഷണി ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവന്റെ സ്വഭാവമായി ഉണ്ടാകാൻ പാടില്ല എന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. രണ്ടാമത്തെ വിഭാഗം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ദ്വിമുഖന്മാർ, രണ്ട് മുഖമുള്ളവർ. അവരെ സംബന്ധിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, തജിദു മിൻ ശർരിൻ നാസി യൗമൽ ഖിയാമ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ഖിയാമത്ത് നാളിൽ ജനങ്ങളിലെ മോശപ്പെട്ട ആളുകളെ നിനക്ക് കാണാൻ സാധിക്കുന്നത് ഇരട്ട മുഖമുള്ളവരെയാണ്. ഇരട്ട മുഖമുള്ളവരെ ജനങ്ങളിലെ ഏറ്റവും മോശക്കാരായി ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ അടുക്കൽ നിനക്ക് കാണാൻ സാധിക്കും. അവരെന്താണ് ചെയ്യുക? അല്ലദീ യഅതി ഹൗലാഇ ബിവജ്ഹിൻ വഹൗലാഇ ബിവജ്ഹിൻ, ഒരു കൂട്ടരുടെ അടുത്ത് ഒരു മുഖമായിട്ട്, മറ്റൊരു കൂട്ടരുടെ അടുത്ത് മറ്റൊരു മുഖമായിട്ട്, അവർക്ക് അനുയോജ്യമായിട്ട്, അവർ തൃപ്തിപ്പെടുന്ന രൂപത്തിൽ ഓരോരുത്തരുടെ അടുക്കൽ അവർ പോകുമെന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. പ്രീതി കിട്ടാൻ കളവ് പറയലാണ് അവരുടെ പണി, വഞ്ചന ചെയ്യലാണ് അതിലൂടെ അവർ ചെയ്യുന്ന പണി. അവർ എല്ലാവരുടെയും തൃപ്തി നേടാൻ വേണ്ടി പരിശ്രമിക്കും, എല്ലാവരുടെയും സ്നേഹം കിട്ടാൻ വേണ്ടി പരിശ്രമിക്കും. ആരെയും തെറ്റിക്കേണ്ടതില്ല എന്ന് വിചാരിച്ചു കൊണ്ടായിരിക്കും ചില ആളുകളെങ്കിലും ചെയ്യുക. എന്നാൽ എല്ലാവരുടെയും തൃപ്തി ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ദ്വിമുഖന്മാർ പണിയെടുക്കുക. അവർ സമൂഹത്തിലെ മോശപ്പെട്ട ആളുകളാണ് എന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. മൂന്നാമത്തെ വിഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖുർആനിന്റെ ആദർശം സ്വീകരിക്കാതെ തിന്മകൾ പ്രവർത്തിക്കുന്നവർ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വഇന്ന മിൻ ശർരിൻ നാസി റജുലൻ ഫാജിറൻ യഖറഉ കിതാബല്ലാഹ്
ലാ യർആബി ഇലാ ശൈഇൻ മിൻ, ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളാണ് ആ ആളുകളിൽ ഏറ്റവും ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട ആളുകൾ. വഇന്ന മിൻ ശർരിൻ നാസി റജുലൻ ഫാജിറൻ യഖറഉ കിതാബല്ലാഹ്, അവൻ അല്ലാഹുവിന്റെ കിതാബ് വായിക്കുന്നവനാണ്. അല്ലാഹുവിന്റെ കിതാബ് വായിച്ചുകൊണ്ട് ലാ യർആബി ഇലാ ശൈഇൻ മിൻ, അതിൽ നിന്ന് അതിൽ നിന്ന് അവഗണിക്കുന്നവൻ, അല്ലാഹുവിന്റെ കിതാബ് അവഗണിക്കുന്നവൻ. അവൻ ഓതുന്നു ഓരോ കാര്യങ്ങൾ, അവൻ വായിക്കുന്നു കിതാബിൽ നിന്ന്. ആ കിതാബിൽ നിന്ന് എന്താണ് പഠിക്കേണ്ടത്, എന്താണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്നതിന് പകരം ആ കിതാബ് വായിക്കുക എന്നുള്ളത് മാത്രമാണ് അവന്റെ പണി. കിതാബിൽ നിന്ന് വായിച്ചത്, അവൻ അറിഞ്ഞത്, അവൻ മനസ്സിലാക്കിയത് ജീവിതത്തിൽ പകർത്താതെ കിതാബിനെ അവഗണിച്ചവനാണ് നിങ്ങളിലെ ജനങ്ങളിലെ മോശപ്പെട്ട ആളുകൾ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. ഇതാണ് മൂന്നാമത്തെ വിഭാഗം. നാലാമത്തെ വിഭാഗം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇഹലോകത്തിനു വേണ്ടി പരലോകം നഷ്ടപ്പെടുത്തുന്നവൻ എന്ന് പറഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മിൻ ശർരിൻ നാസി മൻസിലതൻ ഇൻദല്ലാഹ് യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ, അന്ത്യനാളിൽ അല്ലാഹുവിന്റെ അടുക്കൽ ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവർ അബ്ദുൻ അദ്ഹബ ആഖിറതഹു ബിദ്ദുനിയാ ഗൈറ, ഒരാൾ ഇഹലോകത്തിനു വേണ്ടി പരലോകം നഷ്ടപ്പെടുത്തിയവനാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇഹലോകത്തിനു വേണ്ടി പരലോകം നഷ്ടപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? രണ്ട് രൂപത്തിൽ നഷ്ടങ്ങളുണ്ട്. ഒന്ന്, സ്വന്തം ദുനിയാവിന് വേണ്ടി സ്വന്തം ആഖിറത്ത് വിൽക്കുക. സ്വന്തം ദുനിയാവിന് വേണ്ടി സ്വന്തം ആഖിറത്ത് വിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾ സ്വന്തമായി പണം സമ്പാദിക്കാൻ കള്ളത്തരം കാണിക്കുക. അപ്പൊ അവൻ എന്ത് കിട്ടും? ദുനിയാവ് കിട്ടും. എന്നാലോ ചില ആളുകൾ മറ്റൊരാളുടെ ദുനിയാവിന് വേണ്ടി സ്വന്തം ആഖിറത്ത് വിൽക്കുക. ഈ പ്രവൃത്തി ചെയ്യുന്ന ആളുകൾക്ക് ദുനിയാവോ ആഖിറത്തോ ലഭിക്കുകയില്ല. അവൻ മറ്റൊരാളുടെ ഭൗതിക ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ഒരു ഉപകരണം മാത്രമായി. അത് നമ്മുടെ സമൂഹത്തിൽ പല മേഖലയിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലെ, രാഷ്ട്രീയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ലേ? രാഷ്ട്രീയത്തിൽ നമുക്ക് എങ്ങനെയാണ് കാണുക? ഒരു ഭരണാധികാരിയെ അന്യായമായി പിന്തുണക്കുകയോ അയാളുടെ അക്രമങ്ങൾക്ക് കൂട്ടുനിൽക്കുകയോ ചെയ്യുമ്പോൾ അയാൾക്ക് ദുനിയാവിയായിട്ട് ഉപകാരം നമ്മളെ കൊണ്ട് കിട്ടും. നമുക്ക് ദുനിയാവും പോയി പരലോകവും പോയി. ജോലി സ്ഥലങ്ങളിൽ ഒരു മേലധികാരിയുടെ നിർബന്ധത്തിന് വേണ്ടി അഴിമതി രേഖകളിൽ ഒപ്പിടുന്ന ഒരു ഉദ്യോഗസ്ഥൻ ലാഭം കൊള്ളുന്നതാരാണ്? ഒന്നുകിൽ കമ്പനിയായിരിക്കും, മേലധികാരിയായിരിക്കും. എന്നാൽ അതിന്റെ പാപത്തിന്റെ ഭാരം പേറേണ്ടത് ഈ ഉദ്യോഗസ്ഥൻ കൂടിയായിരിക്കും. സാമൂഹിക ജീവിതത്തിൽ നമ്മുടെ സുഹൃത്തിനെ, നമ്മുടെ കുടുംബാംഗത്തെ സഹായിക്കാൻ വേണ്ടി നമ്മൾ കള്ളസാക്ഷ്യം പറയാം, കള്ളസാക്ഷ്യം നിൽക്കുക. സുഹൃത്തിന് താൽക്കാലികമായി നേട്ടം ലഭിക്കുമ്പോൾ കള്ളസാക്ഷി നിന്ന നമ്മൾ അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലിയ പാപികളിൽ ഒരാളായി, മോശപ്പെട്ട ആളുകളായി മാറുന്നു. മതപരമായ രംഗത്ത് പോലും പണക്കാർക്ക് വേണ്ടി, ഭരണാധികാരികൾക്ക് വേണ്ടി അവരെ തൃപ്തിപ്പെടുത്താൻ അല്ലാഹുവിന്റെ ദീനിൽ വളച്ചൊടുക്കൽ നടത്തുന്ന ആളുകൾ അവരുടെ ദുനിയാവും പോയി പരലോകവും അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇങ്ങനെ ദുനിയാവിന് വേണ്ടി പരലോകത്ത് നഷ്ടപ്പെടുത്തിയവർ നിങ്ങളിലെ മോശപ്പെട്ട ആളുകളാണ്. അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും മോശപ്പെട്ട ആളുകളാണ് അവർ. അത്തരം ആളുകളിൽ നിങ്ങൾ ഉൾപ്പെടരുത് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അഞ്ചാമത്തെ കാര്യം, അഞ്ചാമത്തെ വിഭാഗം
സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, "വമൻ യത്തഖിദൽ ഖുബൂറ മസാജിദ", ജനങ്ങളിലെ ഏറ്റവും മോശപ്പെട്ടവർ ഖബറുകൾ ആരാധനാ കേന്ദ്രമാക്കുന്ന ആളുകളാണ്. ഖബറുകൾ ആരാധനാ കേന്ദ്രമാക്കുന്ന ആളുകൾ, എൻ്റെ കുട്ടിക്ക് സുഖമില്ല, എൻ്റെ കുട്ടിക്ക് അസുഖമാണ്, അപ്പൊ എന്നോട് ഒരാൾ വന്ന് പറയാം, ഇന്ന അവിടെ എൻ്റെ അടുത്തൊന്ന് പോയോക്ക്, അവിടെ നേർച്ച ചെയ്ത് നോക്ക്, അവിടെ ഒന്ന് പോയി കാര്യം പറഞ്ഞു നോക്ക്. എന്നിട്ട് ഞാൻ പോവാണ്. എന്നിട്ട് അവരോട് കാര്യങ്ങൾ പറയാൻ, എൻ്റെ ആവശ്യങ്ങൾ പറയാൻ, എൻ്റെ സങ്കടങ്ങൾ പറയാൻ, എൻ്റെ ആവരാതികൾ പറയാൻ. എത്രയോ സാധുക്കളായിട്ടുള്ള ആളുകൾ, മതം പഠിക്കാത്ത ആളുകൾ, ദീൻ തെറ്റിദ്ധരിച്ചിട്ടുള്ള സ്നേഹിതന്മാർ അവിടെ പോയി അവർ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അത്തരം ആളുകൾ ജനങ്ങളിൽ മോശപ്പെട്ടവർ എന്നാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ ആളുകൾ എന്തിനാണ് അവിടെ പോകുന്നത്? അവരുടെ ആവശ്യം നിറവേറ്റാനാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇൻ തദഊഹും ലാ യസ്മഊന ദുആഅക്കും ലാ യസ്മഊ ദുആഅക്കും. നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കുകയില്ല. ഇത് കേൾക്കുമെന്ന് നിങ്ങൾ സങ്കല്പിച്ചാൽ പോലും നിങ്ങൾക്ക് അവർ ഉത്തരം ചെയ്യുകയില്ല എന്ന് കൃത്യമായി അല്ലാഹു തആല പറയുകയാണ്. പിന്നെ എങ്ങനെയാണ് നമ്മുടെ ആവശ്യങ്ങൾ അവർക്ക് നിറവേറ്റി തരാൻ സാധിക്കുക? വയൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ യക്ഫുറൂന ബിശിർകികും, നിങ്ങൾ ചെയ്ത ഈ ശിർക്കിനെ അവർ നിഷേധിക്കും. എന്ന് പറഞ്ഞാൽ ഈ പ്രവർത്തനം ശിർക്കാണ് എന്നാണ്. നിങ്ങൾ ചെയ്ത ഈ ശിർക്കിനെ അവർ ഖിയാമത്ത് നാളിൽ നിഷേധിക്കുമെന്നാണ് അല്ലാഹു തആല പറയുന്നത്. അങ്ങനെ ഖബറിനെ ആരാധനാ കേന്ദ്രമാക്കുന്ന ആളുകൾ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അവർ സമൂഹത്തിലെ ജനങ്ങളിലെ മോശപ്പെട്ട ആളുകളാണ് അല്ലാഹുവിന്റെ അടുക്കൽ. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ ഒരു വിഭാഗം ആളുകൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നു, അയ്യുന്നാസി ഖൈർ, പ്രവാചകരെ ജനങ്ങളെ ഉത്തമരാരാണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ത്വാല ഉംറുഹു വഹസുന അമലു, ഒരാൾക്ക് ആയുസ് നീട്ടിക്കിട്ടുകയും ആ ആയുസ്സിൽ അവൻ നന്മ ചെയ്യാൻ സൗഭാഗ്യം ലഭിക്കുകയും ചെയ്തവൻ, അവൻ ഖൈറാണ്, ഏറ്റവും ഉത്തമരാണ് ആളുകൾക്കിടയിൽ അല്ലാഹുവിന്റെ അടുക്കൽ. അപ്പോൾ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി പ്രവാചകനോട് മറ്റൊരു ചോദ്യം, ഫഅയ്യുന്നാസി ശർ, പ്രവാചകനെ ജനങ്ങളിലെ മോശപ്പെട്ട ആളുകൾ ആരാണ്? മൻ ത്വാല ഉംറുഹു വസഅ അമലു, ആയുസ് ദീർഘിപ്പിച്ച് ലഭിക്കുകയും അവരുടെ പ്രവർത്തനങ്ങൾ മോശമാവുകയും ചെയ്ത ആളുകൾ. ചില വൃദ്ധരായിട്ടുള്ള ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. അവരുടെ ആയുസ് നീട്ടപ്പെട്ടു എന്നല്ലാതെ അവർ നമസ്കാരം നിലനിർത്താൻ സാധിക്കാത്ത, നോമനുഷ്ഠിക്കാൻ സാധിക്കാത്ത എന്നതിനപ്പുറം അതിന് കൂട്ടാക്കാത്ത ആളുകളെ നമ്മൾ കാണാറുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അവർ ജനങ്ങളിലെ മോശപ്പെട്ട ആളുകളാണ്. എന്തിനാണ് ഇത് പറയുന്നത്? നമ്മൾ അതിൽ ഉൾപ്പെടാൻ പാടില്ല. നമ്മുടെ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. മോശമായിട്ടുള്ള വിഭാഗങ്ങളിൽ ഇന്ന ആളുകൾ മോശപ്പെട്ട ആളുകളാണെന്ന് പറയുന്ന സമയത്ത് അത്തരം ആളുകളിൽ ഉൾപ്പെടാതിരിക്കാൻ നമ്മൾ ജാഗ്രത പാലിക്കണം. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഏഴാമത്തെ വിഭാഗം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്ന ശർറൻ നാസി ഇൻദല്ലാഹ് മൻസിലതൻ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അല്ലാഹുവിന്റെ അടുക്കൽ ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവർ ഒരുവനാണ് മൻ തറകഹുൻ നാസ് ഇത്തിഖാഅ ശർരി, അവന്റെ ഉപദ്രവം ഭയന്നുകൊണ്ട് ജനങ്ങൾ ഒഴിവാക്കിയവൻ. ചില ആളുകൾ അവരോട് അടുക്കാൻ പറ്റൂല എന്ന് പറയില്ലേ, അവരോട് ഇടപാട് നടത്താൻ
പാടില്ല പറ്റൂല എന്ന് പറയാറില്ലേ? അങ്ങനെ അയാൾ നമ്മളെ ഉപദ്രവിക്കുമോ എന്ന് നമുക്ക് അയാളെ പറ്റി ഭയമുണ്ട്. അവർ അല്ലാഹുവിന്റെ അടുക്കൽ മോശപ്പെട്ടവരാണ്. ആളുകൾ നിന്നെ പറ്റി ഭയപ്പെടുന്നു എന്നുള്ളത് നിന്റെ ഔന്നിത്യമല്ല. ആളുകൾ നിന്നെ ഭയപ്പെടുന്നു എന്നുള്ളത് നിന്റെ ഔന്നിത്യമല്ല, നിന്റെ നിന്യതയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്തരം വിഭാഗങ്ങളിൽ ഉൾപ്പെടാതെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ, അവന്റെ ജീവിതം എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ എന്നുള്ള രൂപത്തിലാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ ലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ കസീറൻ മസീദൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജനങ്ങളിലെ മോശപ്പെട്ട ആളുകൾ ആരാണ് എന്നാണ് നമ്മൾ ചെറുതായി സൂചിപ്പിച്ചത്, ചുരുക്കത്തിൽ സൂചിപ്പിച്ചത്. അതിലൊരു വിഭാഗം നമീമത്തുമായി നടക്കുന്ന ആളുകൾ, രണ്ട് മുഖവുമായി നടക്കുന്ന ആളുകൾ, 3 ഖുർആനിന്റെ ആദർശം സ്വീകരിക്കാതെ ഖുർആനിനെ അവഗണിക്കുന്ന ആളുകൾ, തിന്മകൾ പ്രവർത്തിക്കുന്നവർ. ഖുർആൻ അവൻ ഓതുന്നുണ്ട്, എന്നാൽ അതേസമയം അവൻ തിന്മകൾ പ്രവർത്തിക്കുന്നുണ്ട്. 4 ഇഹലോകത്തിന് വേണ്ടി പരലോകം നഷ്ടപ്പെടുത്തുന്നവർ. 5 ഖബറുകൾ ആരാധനാ കേന്ദ്രങ്ങളാക്കുന്നവർ. 6 ആയുസ് കിട്ടിയിട്ടും ആയുസ് കൂടുന്നു എന്നുള്ളതല്ലാതെ തിന്മകൾ വർദ്ധിപ്പിക്കുന്ന ആളുകൾ. 7 ഉപദ്രവം ഭയന്ന് ജനങ്ങൾ ഒഴിവാക്കിയവർ. ഇത്തരം ആളുകളിൽ നാം ഉൾപ്പെടാൻ പാടില്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു പ്രാർത്ഥന, അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ കമാ ഹസ്സൻത ഖൽഖി ഫഹസ്സിൻ ഖുലുഖി. അല്ലാഹുവേ കമാ ഹസ്സൻത ഖൽഖി, അല്ലാഹുവേ എൻ്റെ രൂപത്തെ നീ ശരിപ്പെടുത്തിയതുപോലെ, മനോഹരമാക്കിയതുപോലെ, ഫഹസ്സിൻ ഖുലുഖി, അതുപോലെ എൻ്റെ സ്വഭാവത്തെയും നീ മനോഹരമാക്കണമേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത. നീ എവിടെയാണെങ്കിലും അല്ലാഹുവിനെ സൂക്ഷിക്കണം. വഅത്ബിഅ സയ്യിഅത്തൽ ഹസന, നിനക്ക് വല്ല പാപങ്ങൾ വന്നുപോയാൽ നന്മകളെ പിന്തുടർത്തണം. തംഹുഹ, ആ നന്മകൾ തിന്മകളെ മായ്ച്ചു കളയും. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം പറഞ്ഞത് ജനങ്ങളോട് നല്ല രൂപത്തിൽ സൽ സ്വഭാവത്തോടുകൂടി പെരുമാറണം എന്ന് പറഞ്ഞാൽ, നീ ചെയ്തിട്ടുള്ള കർമ്മങ്ങൾ നിന്റേത് മാത്രമായി നിലനിൽക്കണമെങ്കിൽ ജനങ്ങളോട് സൽസ്വഭാവത്തോടെ പെരുമാറണം. അല്ല എങ്കിൽ, സൽസ്വഭാവത്തോടെ പെരുമാറിയിട്ടില്ല എങ്കിൽ നീ ചെയ്തിട്ടുള്ള കർമ്മങ്ങളെല്ലാം അവരുടെ പേരിലേക്ക് മാറിക്കൊണ്ടിരിക്കുമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അല്ലാഹു തആല അവന്റെ വിധിവിലക്കുകൾ കൃത്യമായി പാലിക്കുന്ന മുഅ്മിനീങ്ങളിൽ സ്വാലിഹീങ്ങളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള പാപങ്ങൾ റഹ്മാനും റഹീമുമായ റബ്ബ് സുബ്ഹാനഹു വ തആല വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. എല്ലാവർക്കും സാമ്പത്തിക ഭദ്രത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا إلى طاعتك. اللهم انصر المسلمين في كل مكان
اللهم انصر المسلمين في كل مكان. اللهم انصر المسلمين في كل مكان. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا وأجر والدينا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.